വലിയ ആവേശം പകരുന്ന, പ്രത്യാശ പകരുന്ന ചരിത്രപരമായ ഒരു തീരുമാനം നമ്മുടെ കലാമണ്ഡലത്തിൽ സംഭവിച്ചു എന്നതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, ആ വാർത്തയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ചരിത്ര തീരുമാനം കലാമണ്ഡലം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. RLV രാമകൃഷ്ണൻ നമ്മൾക്ക് എല്ലാവർക്കും ഏറെ അറിയാവുന്നയാളാണ്, നർത്തകനാണ്. വലിയ തോതിലുള്ള ആക്ഷേപത്തിന് സത്യഭാമയിൽ നിന്ന് ഇരയാകേണ്ടി വന്ന RLV രാമകൃഷ്ണന് വലിയ പിന്തുണയാണെന്ന് കേരളം നൽകുകയും ചെയ്തത് ഞാനന്ന് സാന്ദർഭികമായി ഓർമ്മിച്ചു എന്ന് മാത്രം. ആ RLV രാമകൃഷ്ണൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി തൃശ്ശൂർ കലാമണ്ഡലത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നൃത്താധ്യാപകനായ ഒരു പുരുഷൻ അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് പറയപ്പെടുന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങളൊക്കെ നോക്കാം. ശരത് ഓങ്ങല്ലൂരാണ് ചേരുന്നത് വിവരങ്ങളുമായി. ശരത്ത്, ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ അങ്ങനെ ഒരു ചരിത്രപരമായ ഏറ്റവും മികവായ ഒരു തീരുമാനത്തിലൂടെയാണോ കലാമണ്ഡലം പോകുന്നത്? എപ്പോഴാണ് രാമകൃഷ്ണൻ ചുമതലയേൽക്കുന്നത്, ജോലിയിൽ പ്രവേശിക്കുന്നത്? ശരത്, തീർച്ചയായിട്ടും ഇതിന് ചരിത്രപരമായ തീരുമാനം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. കലാമണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് നൃത്താധ്യാപകനായിട്ട് ഒരു പുരുഷൻ എത്തുന്നത്. RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പ്രവേശിക്കുന്നത് ഭരതനാട്യ വിഭാഗത്തിലാണ്. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത് ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. സംബന്ധിച്ച് ഏത് സമയത്ത് അദ്ദേഹം ജോലിയിലേക്ക് എത്തും എന്ന കാര്യത്തിനകത്ത് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മളോട് പ്രതികരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RLV രാമകൃഷ്ണനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി ജാതി അധിക്ഷേപങ്ങളാണെങ്കിലും നിറത്തിന്റെ പേരിലാണെങ്കിലും നിരവധി അധിക്ഷേപങ്ങളും മറ്റു പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് RLV രാമകൃഷ്ണൻ തന്റെ ഗവേഷണം പൂർത്തിയാക്കി ഡോക്ടർ RLV രാമകൃഷ്ണൻ ആയിട്ടുള്ളത്. അത്തരത്തിൽ ഡോക്ടർ RLV രാമകൃഷ്ണനെ കൃത്യമായിട്ട് മെറിറ്റ് മാത്രം പരിശോധിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് മാത്രം പരിശോധിച്ചുകൊണ്ട് ചരിത്രപരമായ തീരുമാനത്തിലേക്ക് കലാമണ്ഡലം പോകുന്നു, സാംസ്കാരിക വകുപ്പ് പോകുന്നു. ഇത്തരത്തിൽ കലാമണ്ഡലം അദ്ദേഹത്തിനെ ഭരതനാട്യം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കുമ്പോൾ പിറക്കുന്നത് ഒരു പുതുചരിത്രം തന്നെയാണ്. ശരത്ത്, നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സത്യഭാമ ഏറ്റവും ഹീനമായ രീതിയിലാണ് RLV രാമകൃഷ്ണനെ ആക്ഷേപിച്ചത്. അന്ന് വലിയ തോതിലാണ് കേരളം അദ്ദേഹത്തെ പിന്തുണച്ചത്, ചേർത്ത് നിർത്തിയത്. ഏതായാലും വലിയ നേട്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അധ്വാനം. നൃത്താധ്യാപകനായി, നർത്തകനായി ഒക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ തന്നെ നല്ല നിലയിൽ ആളുകളുടെ ഇടയിൽ സ്വീകാര്യതയുള്ള ആളാണ്. ഇപ്പോൾ കലാമണ്ഡലം തന്നെ ഒരു പുതുവഴിയിലേക്ക് സഞ്ചരിക്കുകയാണ്. കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതി ഇതേക്കുറിച്ച്, ഈ തീരുമാനത്തെക്കുറിച്ച്, ചരിത്രപരമായ തീരുമാനത്തെക്കുറിച്ച് ശരത്ത് സംസാരിച്ചോ? എന്തെങ്കിലും പറഞ്ഞോ? അവരാരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ശരത്ത് പറഞ്ഞ പോലെ നിരവധി പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കലാമണ്ഡലം ഇത്തരത്തിലൊരു തീരുമാനവുമായി എത്തിയിരിക്കുന്നത്. കലാമണ്ഡലത്തിന്റെ അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് ബന്ധപ്പെടാൻ ശരത്ത്, അതൊക്കെ വരാൻ പോകുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്.